الله الرحمن الرحيم يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. بارك الله لنا ولكم بالقرآن الكريم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. وقال سيدنا وحبيبنا محمد رسول الله صلى الله عليه وسلم حسب ابن آدم لقيمات يقمن صلبه ألف الألف نظام مده على العاليال أول السطور بسم الله بدأ القال أحمد الله مصليا مسلما على أحمد والآل والأصحاب من للعاليال بالغ المداه في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. واعلموا يا أمة سيدنا محمد اللهم صل وسلم وبارك عليه. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫിൻ്റെ 31-ാമത്തെ ആയത്താണ് ഞാൻ ഓതി വെച്ചത്. സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ആരാധനകളെ മാത്രമല്ല, അനുഷ്ഠാനങ്ങളെ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു ദർശനമാണ് വിശുദ്ധ ഇസ്ലാം. ഒരു വിശ്വാസിയുടെ അടക്കവും അനക്കവും ചലനവും നിശ്ചലനവുമെല്ലാം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി ചിട്ടപ്പെടുത്തിയ ഒരു ദർശനമാണ് വിശുദ്ധ ഇസ്ലാം. മുഅ്മിനായ ഒരു മനുഷ്യൻ അവൻ്റെ ആരാധനയിൽ ശ്രദ്ധിക്കുന്നത് പോലെ, അവൻ്റെ അനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധിക്കുന്നത് പോലെ, അവൻ്റെ ഭക്ഷണത്തിലും അവൻ്റെ ആരോഗ്യത്തിലും അവൻ്റെ ഇടപെടലുകളിലും ശ്രദ്ധിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയായ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും റോൾ മോഡലാകണമെന്നതാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. കേവലം ആരാധനയിൽ മാത്രം പൂർണ്ണനും മറ്റുള്ള വിഷയങ്ങളിലെല്ലാം അപൂർണനുമായി കൂടാ. എല്ലാ അർത്ഥത്തിലും ഒരു വിശ്വാസി മറ്റൊരാൾക്ക് മാതൃകയായിത്തീരണം. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ അനുശാസനയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ പാഠവും നമുക്ക് നൽകുന്നത്. മുഅ്മിനായ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചു കാണിക്കണമെന്നതിൻ്റെ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ഒരു വൈകുന്നേരത്തിൽ ഒരു അതിഥി കടന്നു വരുന്നു. ജൂതനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൽക്കരിക്കുകയാണ്. ആരാണ് താൻ എന്ന് പരിചയമില്ലാത്ത, തനിക്കറിഞ്ഞുകൂടാത്ത ഒരു ജൂതനായ മനുഷ്യന് പുണ്യനബി തങ്ങൾ ആതിഥ്യമരുളുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ജൂതനു വേണ്ടി പാല് കറന്നു കൊണ്ടുപോയി കൊടുക്കുന്നു, രാത്രിയിലെ ഭക്ഷണമായി. അദ്ദേഹം ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നു. പുണ്യനബി ചോദിക്കുന്നു, ഇനിയും നിങ്ങൾക്ക് വേണമോ? അദ്ദേഹം പറഞ്ഞു, അതേ വേണം. രണ്ടാമത്തെ ഗ്ലാസ് കൊടുക്കുന്നു, മൂന്നാമത്തെ ഗ്ലാസ് കൊടുക്കുന്നു. അങ്ങനെ 7 ഗ്ലാസ് പാല് കുടിച്ച് തീർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി മതി, വയറ് നിറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വിരിച്ചു കൊടുക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ
ഇവിടുന്ന് വല്ല ഭക്ഷണവും കഴിച്ച് പോകാമെന്ന് കരുതിയതാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞു, അല്ല, നിങ്ങൾ ഇന്നത്തെ രാത്രിയിൽ എൻ്റെ അതിഥിയാണ്. ഇന്ന് നിങ്ങൾ എവിടെ കിടക്കാൻ, ഇവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ ഉറങ്ങാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തു. രാവിലെ പ്രഭാതത്തിൽ ഒരുപാട് സമയം കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മുമ്പിൽ കാത്തു നിൽക്കുന്നതാണ്. കയ്യിലൊരു തോർത്തുമുണ്ട് പോലത്തെ ഒരു ശീലക്കഷ്ണമുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ കണ്ട മാത്രയിൽ അദ്ദേഹം ഞെട്ടി ഉണർന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ കാത്തിരിക്കുകയായിരുന്നു. അതേ, രാവിലെ സുബഹ നിസ്കരിക്കാൻ പോകുമ്പോൾ നിങ്ങളൊരു വിശ്വാസിയല്ലല്ലോ, വിശ്വാസിയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഉണർത്തുമായിരുന്നു. നിങ്ങളെൻ്റെ അതിഥിയാണ്, നിങ്ങൾ ഉണരുന്നത് വരെ കാത്തിരിക്കൽ എൻ്റെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വാക്ക് കേട്ടപ്പോൾ അത്ഭുത സ്തബ്ധനായി പോവുകയാണ് ആ ജൂതനായ മനുഷ്യന്. ഇത്രയും നല്ല ഒരു നേതാവിനെ കൊണ്ടാണോ ഞാൻ അവിശ്വസിക്കുന്നത്? രാത്രിയിൽ ആരാണെന്നറിയാത്ത എനിക്ക് ഭക്ഷണം നൽകിയ മനുഷ്യന് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒരുങ്ങിയപ്പോൾ ഇന്നത്തെ രാത്രിയിൽ എൻ്റെ അതിഥിയാകണമെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി വിരിപ്പ് വിരിച്ചു തന്ന മനുഷ്യന് ഇപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ മുമ്പിൽ ഇതാ കാത്തു നിൽക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുളിച്ചു കഴിഞ്ഞാൽ തോർത്താനുള്ള മുണ്ടിതാ കയ്യിൽ കൊടുത്തു. ഇത് കണ്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട്, വിശുദ്ധ ദീന് കൊണ്ട് വിശ്വസിക്കുകയാണ് ആ മനുഷ്യൻ. അദ്ദേഹം പോയി കുളിച്ച് വൃത്തിയായി വരുന്നു. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാല് കറന്നിട്ട് ആ മനുഷ്യന് കൊടുക്കുകയാണ്. അദ്ദേഹം മുസ്ലിമായിരിക്കുന്നു. ഒരു ഗ്ലാസ് പാല് കൊടുത്തപ്പോൾ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഹല്ലക സിയാദ, ഇനിയും വേണമോ, നിങ്ങൾക്ക് പാല് വേണമോ? അദ്ദേഹം പറഞ്ഞു, ശബിഅതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് വയറ് നിറഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ 7 ഗ്ലാസ് പാല് കുടിച്ച മനുഷ്യൻ അതേ ഗ്ലാസ്സിൽ പുണ്യനബി തങ്ങൾ ഒരു ഗ്ലാസ് പാല് കൊടുത്തപ്പോൾ അതുകൊണ്ട് തന്നെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് മറുപടി പറയുകയാണ്, അൽആന സ്വദഖ്ത ഈമാനുക്, ഇപ്പോഴാണ് നിങ്ങളുടെ വിശ്വാസത്തിൽ എനിക്ക് ഉറപ്പായത്. നിങ്ങളൊരു വിശ്വാസിയായിരിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പ് വന്നിരിക്കുന്നു. കാരണം ഫൈനൽ മുഅ്മിന യഅകുലു ഫീ മിഅൻ വാഹിദ, ഒരു വിശ്വാസിയായ മനുഷ്യൻ ഒരൊറ്റ ആമാശയത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ വഇന്നൽ ഫാജിറ വൽ കാഫിറ യഅകുലു ഫീ സബഅതി അമാ, അവിശ്വാസിയായ മനുഷ്യന്, വിശുദ്ധ ദീനിലേക്ക് കടന്നു വരാത്തവന് 7 ആമാശയത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് ഒരു ആമാശയത്തിൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ കഴിയൂ. അഥവാ അവിശ്വാസി കഴിക്കുന്നതിൻ്റെ 1/7 മാത്രമേ ഒരു വിശ്വാസിയായ മനുഷ്യന് കഴിക്കുകയുള്ളൂ. ഇന്നലെ രാത്രിയിൽ നിങ്ങൾ അവിശ്വാസിയാണ്, 7 ഗ്ലാസ് പാല് കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നലെ രാത്രിയിൽ വയറ് നിറഞ്ഞത്. എന്നാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നിങ്ങൾ എന്നെ കൊണ്ട്, പരിശുദ്ധ ദീന് കൊണ്ട്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചുവല്ലോ. വിശ്വാസം കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായി വന്നപ്പോഴേക്ക് സെക്കൻഡുകൾ കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാറ്റം വന്നുവെങ്കിൽ നിങ്ങളുടെ ഈമാൻ പരിപൂർണമായിരിക്കുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു മുഅ്മിനിൻ്റെ ഭക്ഷണ രീതിയുടെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെ ഭക്ഷണം കഴിക്കണം, എത്ര കഴിക്കണം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ഹസ്ബു ബിനു ആദമ ലുഖൈമാതുൻ യുഖിംന സുൽബഹു. ഹസ്ബു ബിനു ആദം, ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു മനുഷ്യന് മതിയാകുന്നതാണ് ലുഖൈമാത്തുൻ, ചില ഉരുളകൾ കഴിച്ചാൽ മതി. യുഖിംന സുൽബഹു, തൻ്റെ ഊര നിവർത്തി നിൽക്കാൻ കഴിയുന്ന, തൻ്റെ മുതുക് നിവർത്തി നിൽക്കാൻ കഴിയുന്ന ചില ഉരുളകൾ കഴിച്ചാൽ മതി ഒരു മനുഷ്യൻ ജീവിക്കാൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിശ്വാസിയുടെ ഭക്ഷണത്തോടുണ്ടാകേണ്ട കാഴ്ചപ്പാട് റസൂലുള്ള വിവരിക്കുകയാണ്. അമിതമായ ആഹാരത്തെ
പുണ്യനബി തങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ മദീനയുടെ അങ്ങാടിയിലേക്ക് ഒരു വടിയുമായി കടന്നു വരുമത്രേ. മദീനയുടെ അങ്ങാടിയിലേക്ക് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഒരു വടിയുമായി കടന്നു വരും. എന്തിനാണെന്നോ, ഇന്നലെ അങ്ങാടിയിൽ നിന്ന് മാംസം വാങ്ങിപ്പോയവർ ഇന്നും മാംസം വാങ്ങാൻ വന്നാൽ, ഇന്നലെ ഇറച്ചി വാങ്ങിപ്പോയവർ ഇന്നും ഇറച്ചി വാങ്ങാൻ വന്നാൽ തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഖലീഫ ഉമർ തങ്ങൾ അവരെ അടിക്കുമായിരുന്നു. നീ ഇന്നലെ വാങ്ങിച്ചതല്ലേ, ഇന്ന് മാംസം വാങ്ങിക്കണ്ട എന്ന് പറയും. എന്നിട്ട് മഹാനവറുകൾ പറയുമായിരുന്നു, ഒരാൾക്ക് മദ്യത്തോട് എങ്ങനെയാണോ ആസക്തിയുള്ളത്, മദ്യപാനത്തോട് എത്രമാത്രം ആസക്തിയുണ്ടോ, മദ്യം കഴിച്ചാൽ അയാൾ അതിന് എങ്ങനെ അഡിക്ഷൻ വന്നു പോകുന്നുവോ അതുപോലെ മാംസത്തോടും ഒരാൾക്ക് അഡിക്ഷൻ വരുമെന്ന് മഹാനായ ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ഥിരമായി മാംസം കഴിക്കുന്ന ആളുകൾ, അതിനെ ഒരു ജീവിത ശൈലിയായി എടുത്ത ആളുകളുണ്ടല്ലോ, വിശുദ്ധ ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അത്രത്തോളം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തൻ്റെ ഖിലാഫത്തിൻ്റെ കാലത്ത് വിശ്വാസികളുടെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നു എന്നത് ഗൗരവത്തോടെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റോമൻ രാജാവ് ഒരു വിഷഗ്വരനെ സമ്മാനമായി നൽകിയത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വൈദ്യനെ, വൈദ്യശാസ്ത്ര രംഗത്ത് പ്രഗത്ഭനായ ഒരു വിഷഗ്വരൻ, ഒരു ഡോക്ടറെ റസൂലുള്ളാഹി തങ്ങൾക്ക് സമ്മാനമായി റോമൻ രാജാവ് കൊടുത്തയച്ചു. അദ്ദേഹം മദീനയിൽ വന്നു താമസിച്ചു. 3 മാസത്തോളം അദ്ദേഹം മദീനയിൽ താമസിക്കുകയാണ്. അദ്ദേഹത്തിനു വേണ്ടി എല്ലാ സൗകര്യങ്ങളും സ്വഹാബത്ത് ഒരുക്കി കൊടുത്തു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ മടങ്ങുകയാണ്, എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. പുണ്യനബി ചോദിച്ചു, അതെന്തു പറ്റി? നിങ്ങളോട് ആരെങ്കിലും അനിഷ്ടകരമായ വല്ല വാക്കും പറഞ്ഞോ? അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത വാക്കോ പ്രവൃത്തിയോ എൻ്റെ അനുയായികളിൽ നിന്നോ എന്നിൽ നിന്നോ സംഭവിച്ചോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഒന്നുമില്ല. എല്ലാവരും എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്നു. സ്നേഹമസൃണമായ പെരുമാറ്റത്തോടുകൂടെയാണ് എല്ലാവരും എന്നോട് ഇടപഴകിയത്. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാനിവിടെ നിൽക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഞാൻ മദീനയിലേക്ക് വന്നിട്ട് 3 മാസമാവാൻ പോവുകയാണ്. ഇന്ന് വരെ ഒരാൾ പോലും, ഒരു രോഗിയെ പോലും എനിക്ക് ചികിത്സിക്കാൻ ലഭിച്ചിട്ടില്ല. ഒരു പ്രായമായ വൃദ്ധനോ ഒരു ചെറിയ കുട്ടിയോ ഒരു യുവാവോ എൻ്റെ അരികിലേക്ക് ഇതുവരെ ചികിത്സ തേടി വന്നിട്ടില്ല. ഇവിടെ മദീനയിൽ ആർക്കും രോഗമില്ലല്ലോ. ഞാൻ എൻ്റെ നാട്ടിലാകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുകയാകും. എന്നെ കാണാൻ വന്നവർ, ചികിത്സ തേടാൻ വന്നവർ, എന്നിൽ നിന്ന് ചികിത്സ തേടിയിട്ട് രോഗം മാറ്റാൻ വന്നവർ. എന്നാൽ മദീനയിൽ വന്ന് ഇതുവരെ ഒരു അസുഖവും ഒരു രോഗിയെയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. മടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാൻ വേണ്ടി സ്വഹാബത്തിനോട് ആവശ്യപ്പെടുകയാണ്. പോകാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം പുണ്യനബിയുടെ അരികിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം അറിയണമെന്ന് താല്പര്യമുണ്ട്. അങ്ങയുടെയും ഈ മദീനക്കാരുടെയും ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണ്? ഒരു ചെറിയ അസുഖം പോലുമില്ലാതെ ഇത്രയും 3 മാസത്തോളമായി മദീനയിൽ ഒരാൾക്ക് പോലും രോഗമില്ലാതെ നിലകൊള്ളുന്നല്ലോ. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഇതിൻ്റെ രഹസ്യമൊന്നും വെളിപ്പെടുത്തി തരുമോ എന്ന് പറഞ്ഞപ്പോൾ ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലൊന്ന് പുഞ്ചിരിക്കുകയാണ്. സ്നേഹത്തോടെ ആ ഭിഷഗ്വരൻ്റെ തോളിലേക്ക് കൈയിട്ടുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഞങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ്. ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം 3 കാര്യങ്ങളാണ്. പുണ്യനബിയുടെ ആ വാക്കുകേൾക്കാൻ ആ ഭിഷഗ്വരൻ കാതോർത്തു നിന്നു. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഒന്നാമത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യങ്ങൾ 3 എണ്ണമാണ്. അതിൽ ഒന്നാമത്തത്, നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂ, ഞങ്ങൾ ഒരു വിഭാഗമാണ്, ഞങ്ങൾ വിശക്കാതെ ഭക്ഷണം കഴിക്കാത്തവരാണ്.
ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യം ഞങ്ങൾ വിശപ്പ് വരാതെ ഭക്ഷണം കഴിക്കില്ല എന്നതാണ്. രണ്ടാമത്തത് വഇദാ അകൽനാ മാ ശബഅനാ, ഇനി ഞങ്ങൾ കഴിച്ചാൽ തന്നെ വയറ് നിറച്ച് കഴിക്കുകയുമില്ല. ആരോഗ്യത്തിൻ്റെ രഹസ്യമാണ് ഈ റസൂലുള്ളാഹി പറയുന്നത്. ഒന്ന്, ഞങ്ങൾ ഭക്ഷണം വിശന്നാലേ കഴിക്കൂ. രണ്ട്, കഴിച്ചാൽ തന്നെ വയറ് നിറയുകയില്ല. മൂന്നാമത്തേതോ വഫീ അവ്വലി റിഖിനാ മാഉ സംസം, എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങൾ എഴുന്നേറ്റാൽ ഞങ്ങളുടെ ഉമിനീരിലേക്ക് ആദ്യമായി ചേരുന്നത്, ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ ഞങ്ങളുടെ ഉമിനീരിലേക്ക് ആദ്യമായി ചേരുന്നത് പരിശുദ്ധമായ സംസം വെള്ളമാണ്. ഞങ്ങളുടെ ഉമിനീരിലേക്ക് ആദ്യമായി ചേരുന്നത് മാഉ സംസം ലിമാ ശുരിബ ലഹു, മാഉ സംസം എന്തിനു വേണ്ടി കുടിക്കുന്നു അതിനുള്ളതാണ്. രാവിലെ പ്രഭാതത്തിൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാൽപാദങ്ങളിൽ നിന്ന് പൊട്ടിവന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സ്വർഗീയ പാനീയം പോലെയുള്ള അനുഗ്രഹമായ ആ സംസമാണ് ഞങ്ങളുടെ തൊണ്ടയിലേക്ക് ആദ്യത്തെ ഉമിനീരിൽ ചേരുന്നത്. ഇത് മൂന്നുമാണ് ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്കൂ, വിശ്വാസികളായ നമ്മൾ ഈ മൂന്ന് കാര്യം ശ്രദ്ധിക്കാറുണ്ടോ? ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികൾ നമ്മിൽ നിന്ന് വർദ്ധിച്ചു വരികയാണ്. നമ്മൾ പ്രായമുള്ളവരായാലും നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതായാലും അമിതമായ ഭക്ഷണം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മക്കൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അസ്വസ്ഥരാകുകയാണ് നമ്മൾ. ഡോക്ടേഴ്സിനെ നമ്മൾ കാണുന്നു, എന്നിട്ട് കുട്ടി തീരെ കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുന്നു. പലതും പറഞ്ഞ് നമ്മൾ കുട്ടിക്ക് നിർബന്ധിച്ചു കൊടുക്കുകയാണ് ഭക്ഷണം. ആ കുട്ടിക്ക് വേണ്ടാതെ നമ്മൾ നിർബന്ധിച്ചു കൊടുക്കുമ്പോൾ അമിതമായ ഭക്ഷണം കഴിച്ചിട്ട് കുട്ടിക്ക് കഫക്കെട്ടുണ്ടാകുന്നു. അതിന് ആശ്വാസമായി നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നു. കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി നമ്മൾ നശിപ്പിക്കുന്നു. ഇങ്ങനെ നിരന്തരമായ രോഗത്തിൻ്റെ അടിമകളായി നമ്മൾ മാറുന്നു. യഥാർത്ഥത്തിൽ ഒരു കുട്ടിക്ക് വേണ്ട 2 വയസ്സ് വരെ പ്രായമാകുന്നത് വരെ ഒരു കുട്ടിക്ക് ഉമ്മയുടെ മുലപ്പാൽ തന്നെ ധാരാളമാണ്. അപ്പോഴേക്ക് നമ്മൾ 6 മാസം കഴിയുമ്പോഴേക്ക് കുട്ടിക്ക് കോഴിമുട്ട മുതൽ എല്ലാം കൊടുത്തു തുടങ്ങുകയാണ്. ഇവിടെ നമ്മൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടത് അമിതമായ ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഈ 3 കാര്യങ്ങൾ മുഅ്മിൻ ശ്രദ്ധിച്ചാൽ ആരോഗ്യവാനായി നിലകൊള്ളാൻ കഴിയും. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ വഫാത്തിൻ്റെ സമയത്തുണ്ടായ രോഗമല്ലാതെ കാര്യമായി എടുത്തു പറയത്തക്ക രോഗങ്ങളൊന്നുമില്ല. സ്വഹാബത്തിനും അങ്ങനെ തന്നെയാണല്ലോ. കാരണം ഈ 3 കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചു. നമ്മളും ശ്രദ്ധിക്കുക. വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുക, കഴിക്കുമ്പോൾ തന്നെ വയറ് നിറക്കാതെ കഴിക്കുക. മൂന്നാമത്തത്, എല്ലാ ദിവസത്തെയും നമ്മുടെ ആദ്യത്തെ ഉമിനീരിലേക്ക് സംസം കടന്നു വരിക. 1 or 2 ഇറ്റ് സംസം കിട്ടിയാൽ മതി. അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ മനോഹരമായൊരു പാനീയമാണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളും നമ്മൾ ശീലിക്കുക. ഇവിടെയും ആരോഗ്യത്തെ, വിശ്വാസിയുടെ ഭക്ഷണത്തെ ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒരിക്കൽ ളുഹാ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ കടന്നു ചെല്ലുന്നു. ളുഹാ സമയത്ത് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആയിഷ ബീവി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. പുണ്യനബി തങ്ങൾ അവിടുന്ന് ഒന്നും മിണ്ടാതെ തിരിച്ചു പോന്നു. പിന്നെ വീണ്ടും അസ്വറിൻ്റെ ശേഷം റസൂലുള്ളാഹി തങ്ങൾ ചെല്ലുമ്പോൾ ആയിഷ ബീവി അപ്പോഴും ഭക്ഷണം കഴിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ പുണ്യനബി തങ്ങൾ ചോദിച്ചു, അലാ ലക്കി ശുഗ്ലുൻ ഇല്ലാ ഫീ ബത്നുകി, നിനക്ക് നിന്റെ വയറിൻ്റെ കാര്യത്തിലല്ലാതെ വേറെ ഒരു ജോലിയും നിനക്കില്ലേ? എപ്പോൾ നോക്കിയാലും ഭക്ഷണം കഴിക്കലല്ലാതെ വേറെ ഒരു പണിയുമില്ലേ നിനക്ക്? അഖിലത്താനി ഫിന്നഹാരി ഇസ്റാഫ്, പകൽ സമയത്ത് 2 നേരം ഭക്ഷണം കഴിക്കുന്നത് ഇസ്റാഫാണ്, അത് ദുർവിനിയോഗമാണ് എന്ന് നിനക്കറിഞ്ഞുകൂടെ? ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലാഹുവിന് ഇസ്റാഫ് ചെയ്യുന്നവരെ ഇഷ്ടമല്ല എന്ന് നിനക്കറിഞ്ഞുകൂടെ ആയിഷ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, അഖിലത്താനി ഫിന്നഹാരി ഇസ്റാഫ്,
ഇസ്റാഫ്, പകൽ സമയം 2 നേരം ഭക്ഷണം കഴിക്കുന്നത് അമിതമാണെന്ന് പറയുമ്പോൾ അത് ഇസ്റാഫാണെന്നും ഇസ്റാഫ് ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്നും ആയിഷ ബീവിയോട് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അത് ഈ ഉമ്മത്തിനോടുള്ള ഉപദേശമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. നമ്മൾ ആലോചിക്കുക, പകൽ സമയം എത്ര നേരമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? രാവിലെ ഒരു കാലിച്ചായ, പിന്നെ ഒരു നാസ്ത, പിന്നെ ഉച്ചക്ക് ഭക്ഷണം, വൈകുന്നേരം ചായ. ഇങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾ ടൈം ടേബിളായിട്ട് പോവുകയാണ്. ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മുഅ്മിനായ വിശ്വാസിയാകണമെങ്കിൽ, പൂർണ്ണമായും വിശ്വാസിയാകണമെങ്കിൽ നമ്മുടെ 5 വഖത്ത് ഈ നിസ്കാരം പോലുള്ള ഇബാദത്തുകൾ മാത്രം പൂർണ്ണമായാൽ പോരാ. നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ ഭക്ഷണവും നമ്മുടെ സ്വഭാവവും എല്ലാം ഇസ്ലാമിൻ്റെ ശൈലിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൂർണ്ണനായ വിശ്വാസിയായിത്തീരുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ ഒരു കാര്യം ഗൗരവത്തോടെ നമ്മൾ എടുക്കണം. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ അറാഫിൽ നമ്മോട് പറഞ്ഞല്ലോ, കുലു വഷ്റബു, നിങ്ങൾ ഭക്ഷിക്കുക കുടിക്കുക, വലാ തുസ്രിഫു, അമിതമാവരുത്, ഇസ്റാഫ് പാടില്ല. ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതമാക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ അമിതമാകുന്നത് ശ്രദ്ധിക്കുന്നത് പോലെ ഭക്ഷണത്തിലും ഇസ്റാഫിനെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കോവിഡ് കാലത്ത് ഈ കഴിഞ്ഞ ദിവസമാണല്ലോ പത്രത്തിൽ റിപ്പോർട്ട് വന്നത്, ലക്ഷക്കണക്കിന് ആൻറ്റിബയോട്ടിക്കുകൾ വേസ്റ്റായി ഡെത്ത് അസറ്റായി കിടക്കുന്നുവെന്ന്. എന്തുകൊണ്ടാണ്? ആളുകൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നില്ല. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പല ഹോട്ടലുകൾ കയറി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന നമ്മൾ, ഫാസ്റ്റ് ഫുഡ് കഴിച്ചിരുന്ന നമ്മൾ, കോവിഡുമായി ബന്ധപ്പെട്ട് വീട്ടിൽ അടങ്ങിയൊതുങ്ങി നിന്നപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നു. പുറം ഭക്ഷണങ്ങൾ ഒഴിവാക്കി അജിനോമോട്ടോയും മറ്റു പലതും ചേർത്തിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് നമ്മൾ ഒഴിവാക്കിയപ്പോൾ, നമ്മുടെ ഭക്ഷണത്തിൽ ക്രമീകരണം വന്നപ്പോൾ ഒരുപാട് രോഗങ്ങൾ മാറ്റപ്പെട്ടു. അതുകൊണ്ട് ഭക്ഷണത്തിൽ കാര്യമായൊരു ക്രമീകരണം ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ നടത്തൽ അനിവാര്യമാണ്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഫഇന്ന അക്സറഹും ശബഅൻ ഫി ഹാദിഹിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിൻ്റെ ലോകത്ത് വയറ് നിറച്ച് എപ്പോഴും ഭക്ഷണം കഴിക്കുന്നവർ, അക്സറുഹും ജുഅൻ യൗമൽ ഖിയാമ, അവർക്കായിരിക്കും പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഏറ്റവും വിശപ്പനുഭവിക്കേണ്ടി വരുന്നവർ എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതികൾ നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞ മദീനക്കാരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യമായ 3 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, വിശക്കുമ്പോൾ മാത്രം കഴിക്കുക. 2, കഴിച്ചാൽ വയറ് നിറയാതിരിക്കുക. 3, എല്ലാ ദിവസവും സംസം കൊണ്ട് നമ്മുടെ ജീവിതം തുടങ്ങുക. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ശിഫ ഉണ്ട് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ മരുന്നാകുന്ന വിശുദ്ധ ഖുർആൻ, വിശുദ്ധമായ തേന്, അതുപോലെ തന്നെ ഈത്തപ്പഴം, ഇത് 3 നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക. അങ്ങനെ ആരോഗ്യത്തെ ക്രമീകരിച്ച് ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായ നമ്മുടെ ആരോഗ്യത്തെ കൂടെ ചിട്ടപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഭക്ഷണക്രമം വിശുദ്ധ ദീനിൻ്റെ മാർഗത്തിലാകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്നതിൽ അതുകൂടെ ഉൾക്കൊള്ളുന്നുണ്ട്. മുത്തുനബിയുടെ ഭക്ഷണ രീതിയെ പിൻപറ്റുക എന്നതും അവിടുത്തെ സുന്നത്ത് തന്നെയാണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് അമിതമായ ഭക്ഷണം ഒഴിവാക്കി ഭക്ഷണത്തിൽ മിതത്വം പാലിച്ച് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം മുത്തുനബിയുടെ സുന്നത്തിനെ ഇത്തിബാഇ ചെയ്യുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ റിളയിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗം ആണ് എന്ന് ഉൾക്കൊള്ളുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്.